കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ തൊഴിലാളി വിരുദ്ധ നടപടി അരങ്ങേറിയത് പൊതുസമൂഹത്തിൽ വലിയ ഞെട്ടലും പ്രതിഷേധവും ഉളവാക്കിയിരിക്കുന്നു. ടെക്നോളജി മേഖലയിൽ പ്രവർത്തിക്കുന്ന സി-ഡിറ്റിൽ നിന്നും കൂട്ടത്തോടെ പിരിച്ചുവിട്ട 228 കരാർ തൊഴിലാളികളുടെ പ്രശ്നം ഒരു ജീവനക്കാരന്റെ ആത്മഹത്യയിൽ കലാശിച്ചതോടെ ഭരണകൂടത്തിന്റെ തൊഴിലാളിപക്ഷ നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. 20 വർഷത്തിലധികം സർവീസ് ഉള്ളവരെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തെരുവാധാരമാക്കിയ നടപടി പുനഃപരിശോധിക്കാൻ സർക്കാർ തയ്യാറാകാത്തതിന്റെ രാഷ്ട്രീയപരവും ഭരണപരവുമായ പ്രത്യാഘാതങ്ങൾ അതീവ ഗുരുതരമാണ്. 2025 മെയ് 1 ലോകമെമ്പാടുമുള്ള തൊഴിലാളികളുടെ അവകാശങ്ങൾ ആഘോഷിക്കുന്ന ദിനത്തിൽ സി-ഡിറ്റിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പിൽ ജോലി ചെയ്തിരുന്ന 228 പേരെയാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പിരിച്ചുവിട്ടത്. തൊഴിലാളി ദിനത്തിൽ തന്നെ ഇത്തരമൊരു നടപടി സ്വീകരിച്ചതിലെ ഔചിത്യമില്ലായ്മ ഏറെ വിമർശിക്കപ്പെട്ടു. 2010 മുതൽ മോട്ടോർ വാഹന വകുപ്പിലെ IT സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള നിർണായകമായ സേവനങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് സി-ഡിറ്റിന്റെ ഫെസിലിറ്റി മാനേജ്മെന്റ് സർവീസ് പദ്ധതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർമാർ, നെറ്റ്വർക്ക് അഡ്മിൻമാർ, അസിസ്റ്റന്റ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർമാർ, സോണൽ മാനേജർമാർ തുടങ്ങി സാങ്കേതിക തസ്തികകൾ മുതൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് വരെ ഉള്ളവരാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നത്. മോട്ടോർ വാഹന വകുപ്പിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ നട്ടെല്ലായി ഈ തൊഴിലാളികൾ പ്രവർത്തിച്ചു. ഓരോ 3 വർഷത്തിലും കരാർ പുതുക്കിയാണ് ഈ പദ്ധതി മുന്നോട്ട് പോയിരുന്നത്. 2021 കാലാവധി പൂർത്തിയായ കരാർ പിന്നീട് പുതുക്കിയിരുന്നില്ല. പകരം സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി സർവീസ് തുടർന്നു പോരുകയായിരുന്നു. സി-ഡിറ്റും മോട്ടോർ വാഹന വകുപ്പും തമ്മിലുള്ള 2012 നിരക്കുകൾ പ്രകാരമായിരുന്നു സി-ഡിറ്റിന് പണം നൽകി വന്നിരുന്നത്. നിരക്കുകൾ വർദ്ധിപ്പിച്ച് കരാർ പുതുക്കണമെന്ന് സി-ഡിറ്റ് ആവശ്യപ്പെട്ടെങ്കിലും മോട്ടോർ വാഹന വകുപ്പ് കാലതാമസം വരുത്തി. ഈ സാങ്കേതിക കാരണം ചൂണ്ടിക്കാട്ടി സി-ഡിറ്റ് രജിസ്ട്രാർ കരാർ റദ്ദാക്കിയാണ് 228 ജീവനക്കാരുടെ കൂട്ട പിരിച്ചുവിടലിന് നേരിട്ടുള്ള കാരണമായത്. പിരിച്ചുവിട്ടപ്പെട്ടവരിൽ SSLC മുതൽ M.Tech വരെ വിദ്യാഭ്യാസമുള്ള ജീവനക്കാർ ഉൾപ്പെടുന്നു. ഏറ്റവും കുറഞ്ഞ ശമ്പളം വാങ്ങിയിരുന്ന ഹൗസ് കീപ്പിംഗ് ജീവനക്കാർക്കാണ് ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ടത്. വെറും 7000 രൂപ മാസ ശമ്പളത്തിന് ജോലി ചെയ്തിരുന്ന ഈ തൊഴിലാളികൾ പെട്ടെന്നുള്ള ജോലി നഷ്ടം കാരണം സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലായി. ദീർഘകാലമായി കുറഞ്ഞ ശമ്പളത്തിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന ഈ തൊഴിലാളികളെ ഒരു മുന്നറിയിപ്പുമില്ലാതെ പുറത്താക്കിയത് അടിസ്ഥാനപരമായ നീതി നിഷേധമാണ്. കൂട്ടപ്പിരിച്ചുവിടൽ തൊഴിലാളികളുടെ വ്യക്തിജീവിതത്തിലും കുടുംബത്തിലും വലിയ ആഘാതമാണ് സൃഷ്ടിച്ചത്. പാല SRTOയിൽ അസിസ്റ്റന്റ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററായി കഴിഞ്ഞ 20 വർഷമായി സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്ന ജിസന്റെ ആത്മഹത്യ ഈ ദുരന്തത്തിന്റെ തീവ്രത വെളിപ്പെടുത്തുന്നു. 2 പതിറ്റാണ്ടിലേറെയായി ഒരു സ്ഥാപനത്തിൽ സ്ഥിരതയോടെ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിക്ക് മുന്നറിയിപ്പില്ലാതെ ജോലി നഷ്ടപ്പെടുന്നത് കടുത്ത മാനസിക ആഘാതമാണ് സൃഷ്ടിക്കുക. ജോലി തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ ജീവനക്കാർ മാസങ്ങളായി സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തിയിരുന്നു. എന്നാൽ ഈ സമരങ്ങളെല്ലാം പരാജയപ്പെട്ടതും മറ്റു മാർഗങ്ങൾ അടഞ്ഞതും ഈ വ്യക്തിയെ പോലുള്ളവരെ കടുത്ത നിരാശയിലേക്ക് തള്ളിവിട്ടു. മറ്റു വഴികൾ കണ്ടെത്താനാകാതെ വന്നതോടെയാണ് അദ്ദേഹം ആത്മഹത്യക്ക് മുതിർന്നതെന്ന് സുഹൃത്തുക്കൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. മരണത്തിന് മുമ്പ് ജിസൺ തന്റെ മാനസികാവസ്ഥ സൂചിപ്പിച്ച് സഹപ്രവർത്തകർക്ക് സന്ദേശവും അയച്ചിരുന്നു. ഈ ആത്മഹത്യ സി-ഡിറ്റ് അധികൃതരുടെ, സർക്കാരിന്റെയും തൊഴിലാളി വിരുദ്ധ നിലപാടിനെതിരെയുള്ള സഹപ്രവർത്തകരുടെയും വിലാപമായി മാറുകയായിരുന്നു. ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ടും പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കുന്ന വിഷയത്തിൽ പുനഃപരിശോധനയ്ക്ക് തയ്യാറാകാതെ സർക്കാർ മുഖം തിരിച്ചു നിന്നത് ഭരണപരമായ നിസ്സംഗതയുടെ ഉദാഹരണമായി വിലയിരുത്തപ്പെടുന്നു. സ്ഥാപനത്തിൽ തൊഴിലാളികളെ കൂട്ടത്തോടെ പുറത്താക്കുന്നതിനിടയിലും ഡയറക്ടറുടെ കസേരയ്ക്ക് യാതൊരു ഇളക്കവും സംഭവിച്ചില്ല എന്നത് സി-ഡിറ്റിലെ ഭരണപരമായ ഇരട്ടത്താപ്പിന്റെ നേർചിത്രമാണ്. ഡയറക്ടർ G. ജയരാജന്റെ നിയമനവും കാലാവധി നീട്ടി നൽകിയതും വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. മുൻപ് IAS ഉദ്യോഗസ്ഥർ മാത്രം വഹിച്ചിരുന്ന തസ്തികയായിരുന്നു സി-ഡിറ്റ് ഡയറക്ടറുടേത്. ഈ തസ്തികകളുടെ യോഗ്യതയിൽ മാറ്റം വരുത്തിയാണ് ഡയറക്ടർ G. ജയരാജന് നിയമനം നൽകിയതെന്നും രാഷ്ട്രീയപരമായ സ്വാധീനം ഇതിന് പിന്നിലുണ്ടെന്നും ആരോപണം ഉയർന്നിരുന്നു. CPM സംസ്ഥാന കമ്മിറ്റി അംഗമായ TN സീമയുടെ ഭർത്താവാണ് ജയരാജ്. ഈ രാഷ്ട്രീയ ബന്ധമാണ് നിയമനത്തിലും കാലാവധി നീട്ടി നൽകുന്നതിന് നിർണായകമായതെന്നാണ് ആരോപണത്തിന്റെ കാതൽ. 3 വർഷ കാലാവധി കഴിഞ്ഞിട്ടും ജയരാജന് വീണ്ടും കാലാവധി നീട്ടി നൽകാൻ സർക്കാർ തീരുമാനിച്ചു. പ്രവർത്തന മികവ് പരിശോധിച്ച ശേഷം മാത്രമേ കാലാവധി നീട്ടി നൽകാവൂ എന്ന് സർക്കാർ ഉത്തരവിൽ വ്യക്തമായി പറഞ്ഞിരുന്നു. എന്നാൽ ഈ മികവ് ആരാണ് പരിശോധിച്ചതെന്നോ എന്ത് വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കാലാവധി നീട്ടി നൽകിയതെന്നോ വ്യക്തമാക്കാൻ അധികൃതർ തയ്യാറായില്ല. തൊഴിലാളികളെ പിരിച്ചുവിടുന്നതിലെ കർശന നിലപാടും ഡയറക്ടറുടെ കാലാവധി നീട്ടി നൽകുന്നതിലെ ദുരൂഹമായ പ്രവർത്തന മികവ് അവലോകനം സ്ഥാപനത്തിലെ ഭരണപരമായ ഇരട്ടത്താപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇടത് സംഘടനകൾ പോലും ഈ നീക്കത്തിനെതിരെ എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും സർക്കാർ തീരുമാനം മാറ്റാൻ തയ്യാറായില്ല. മുഖ്യമന്ത്രി ചെയർമാനായ ഗവേണിംഗ് ബോഡിയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ ജീവനക്കാരെ പല തട്ടിലാക്കി അവഗണിച്ചതിന്റെ മറ്റു ഉദാഹരണങ്ങളും ശ്രദ്ധേയമാണ്.
സീഡിറ്റിൽ പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയപ്പോഴും 10 വർഷത്തിലധികമായി ജോലി ചെയ്തിരുന്ന കരാർ തൊഴിലാളികളെ ഒഴിവാക്കി സ്ഥിരം ജീവനക്കാരെ മാത്രം ഉൾപ്പെടുത്താൻ ശ്രമം നടന്നിരുന്നു. ദീർഘകാലം സേവനമനുഷ്ഠിച്ച കരാർ തൊഴിലാളികൾക്ക് പോലും തൊഴിൽ സുരക്ഷയോ സാമൂഹ്യ സുരക്ഷയോ ഉറപ്പാക്കാത്ത നയം വിമർശിക്കപ്പെട്ടു. സ്ഥിരം ജീവനക്കാരും കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരും തമ്മിലുള്ള ശമ്പളത്തിനും സേവന വേതന വ്യവസ്ഥകളിലുമുള്ള വലിയ അന്തരം സീഡിറ്റിലെ മാത്രമല്ല, സംസ്ഥാനത്തെ പല പൊതുമേഖലാ സ്ഥാപനങ്ങളെയും ഒരു യാഥാർത്ഥ്യമാണ്. ഈ അന്തരം കുറഞ്ഞ ശമ്പളത്തിൽ കൂടുതൽ ജോലി ചെയ്യുന്ന കരാർ തൊഴിലാളികളുടെ ജീവിതം അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടുന്നു. സീഡിറ്റിലെ കൂട്ടപ്പിരിച്ചുവിടൽ, അതിനെ തുടർന്നുണ്ടായ ആത്മഹത്യ, ഡയറക്ടറുടെ വിവാദപരമായ കാലാവധി നീട്ടൽ എന്നിവയെല്ലാം തൊഴിലാളി ക്ഷേമം ലക്ഷ്യമിടുന്ന ഒരു സർക്കാരിന്റെ നയങ്ങൾക്ക് വിരുദ്ധമാണ്. വികസനത്തിന്റെയും ടെക്നോളജിയുടെയും പേര് പറഞ്ഞ് ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടുമ്പോൾ അതിന് പിന്നിലെ മനുഷ്യന്റെ വേദന ഭരണകൂടം കാണാതെ പോകുന്നതും അത്യധികം ഗൗരവമായ ഒരു വിഷയമാണ്. പിരിച്ചുവിട്ട തൊഴിലാളികളുടെ പുനരധിവാസ വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടേണ്ടതും തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് മുന്നിൽ മുഖം തിരിക്കാതിരിക്കേണ്ടതും അനിവാര്യമാണ്. ജിസന്റെ മരണം വെറും ഒരു കണക്കല്ല, മറിച്ച് തങ്ങളുടെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്ത ഒരു വ്യവസ്ഥിതിയുടെ വീഴ്ചയുടെ രക്തസാക്ഷിയാണ്.